ഇന്നൊരു ഫ്രൈഡേയിലെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഫ്രൈഡേസിലാണ് സാധാരണ മക്കൾക്ക് ഓഫ്ലൈൻ മദ്രസ ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്ന് ഓൽക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഓരോ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനുള്ള പണിയിലാണ്. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു മദ്രസയിലേക്ക് പോവാണ്. ഇവിടെ ഫ്രൈഡേസിൽ മാത്രമാണ് അവർക്ക് മദ്രസ ഉണ്ടാവുക ഓഫ്ലൈനായിട്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്യുക. കാരണം സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് മദ്രസയിലേക്ക് പോകാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഉസ്താദുമാരും ജോലിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഉസ്താദുമാരും പിന്നെ ആക്കി കൊടുക്കുന്ന ആൾക്കാരും ഒക്കെ ജോലിയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഫ്രൈഡേസിലാണ് എല്ലാവർക്കും ലീവ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സാധാരണ ഫ്രൈഡേസിലാണ് ഓഫ്ലൈൻ മദ്രസ ഉണ്ടാവാറ്. ഓലെ മദ്രസയിലാക്കി വന്നതിന് ശേഷം ഞാനും കാക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫുഡ് ഉണ്ടാക്കാനും ബാക്കിയുള്ള പണികളിലേക്കൊക്കെ ആയിട്ട് ഇറങ്ങി. എല്ലാ ഫ്രൈഡേയിലെയും പോലെ തന്നെ ഇന്നും ബിരിയാണി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച പെട്ടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ കസിനാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേനി. ആ കസിനും ഫാമിലിയുമാണ് കേട്ടോ ഇന്നിൻ്റെ ഗസ്റ്റ്. സാധാരണ ഫ്രൈഡേസിലാണ് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാറ്. മിററും ഇവിടെ പെട്ടെന്ന് പൊടിയാവും കേട്ടോ. എവിടുന്നാണ് ഈ പൊടി വരുന്നതെന്നൊന്നും അറിയൂല. വിൻഡോസ് ഒന്നും അങ്ങനെ തുറക്കാറൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് പൊടിയാവും എല്ലായിടത്തും. അപ്പോൾ ഞാൻ ഫ്രൈഡേസിലാണ് ഈ പൊടിയും സംഭവങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീൻ ആക്കാറ്. അപ്പം ഞാൻ ഈ പണികളൊക്കെ തീർത്തപ്പോഴത്തേനും മദ്രസ പോയ ആൾക്കാർ തിരിച്ചു വന്നിന് കേട്ടോ. അതേപോലെ എക്സാം കഴിഞ്ഞ ആൻസർ ഷീറ്റൊക്കെ കിട്ടുന്ന ടോൽക്കുന്ന്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ എന്നോട് പറയേനി. പിന്നെ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് ബാക്കി ഇടയിൽ നടന്ന സംഭവങ്ങളും ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷം ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇവലൊക്കെ വന്നപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഓൽക്ക് കളിക്കാൻ ആൾക്കാരെ കിട്ടിയല്ലോ. എൻ്റെ കസിൻക്ക് 3 മക്കളാണ്. അപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ ഓല് ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മക്കളും ഞാനും ഓളും ആയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് വെറുതെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ ഇറങ്ങലിൻ്റെ പ്രധാന ഉദ്ദേശം ഫോട്ടോ എടുക്കലാണ് കേട്ടോ. നമ്മൾ നാട്ടിലാവുമ്പോൾ ഓളിൻ്റെ വീട്ടിലേക്ക് വരും. ഓരോരോ ഡ്രസ്സുകൾ മാറിയിട്ടിട്ട് പലതരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കും കേട്ടോ ഞങ്ങൾ. ഇന്നിപ്പം ഓളെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ ഞാനാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ വലിയ സെറ്റപ്പിലൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ ഓളെ ഫോട്ടോസൊക്കെ എടുത്തെടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഞാനും മോളും കൂടെ ഈ പരിസരം മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടോ. ഇതുവരെ ആയിട്ടും ഞാനും തന്നെ ഇന്നാണ്
ഈ പരിസരം മൊത്തമൊക്കെ ഒന്ന് ചുറ്റി കാണുന്നത് തന്നെ കേട്ടോ. കണ്ടിട്ടില്ല എന്നല്ല, ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ല. നമ്മുടെയൊക്കെ ഫ്രണ്ട്സിന് പുറമെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാണ് കസിൻസ്. തോന്നിയതുപോലെ എന്തും നമുക്ക് പറയാനും ചെയ്യാനും ഒക്കെ പറ്റുന്ന ആൾക്കാരാവും. ഞങ്ങൾ രണ്ടാളും ചേർന്ന് ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്രത്യേക തരം വൈബ് ഉണ്ടാവും. എത്ര പറഞ്ഞാലും തീരാത്ത കഥകളും ഉണ്ടാവും. അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോയിലേക്കൊക്കെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.